أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة نصيب. സ്നേഹമുള്ളവരെ, സൂറത്ത് ശൂറയിലെ 20-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി വച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ അധിവസിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഒരുപോലെ നൽകിയതാണ് സമയം. അതിൽ ഏത് ഉയർന്നവനും പണക്കാരനും രാഷ്ട്രതന്ത്രജ്ഞനുമൊക്കെ ഒരേപോലെ അവകാശപ്പെട്ടതാണ് എല്ലാവർക്കുമുള്ള സമയം. പക്ഷേ ഈ സമയം വിനിയോഗിക്കുന്നത് ഓരോരുത്തരും ഭൗതിക ജീവിതം മെച്ചപ്പെടുത്താനാണ് സമയത്തിൻ്റെ 3/4 പങ്കും അല്ലെങ്കിൽ സിംഹഭാഗവും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്നിട്ട് എല്ലാവരും സാമ്പത്തികമായി ഭദ്രതയിലാണോ? അത്രയൊന്നും അധ്വാനിക്കാതെ തന്നെ സാമ്പത്തിക സൗകര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. ചെറിയ അധ്വാനം കൊണ്ട് വലിയ ലാഭം നേടിയെടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള മനുഷ്യരുടെ അവസ്ഥകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയും. അങ്ങനെ ലോകത്ത് വലിയ സാമ്പത്തിക മുന്നേറ്റം നടത്തിയ ആളുകളും വലിയ സാമ്പത്തിക ബാലൻസ് അവശേഷിപ്പിച്ചുകൊണ്ട് മരിച്ചു പോയവരും ഒക്കെ ചരിത്രത്തിൽ അവധി തീർന്നു കഴിഞ്ഞു പോയവരാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മുടെ അവധി കാത്ത് ജീവിക്കുന്നവരാണ്. എപ്പോഴാണോ റബ്ബ് തിരിച്ചു വിളിക്കുന്നത്, ആ തിരിച്ചു വിളിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഏതാനും ചില ശ്വാസോച്ഛ്വാസങ്ങളുടെ പേരാണ് ജീവിതം എന്ന് പറയുന്നത്. അതിൽ ഈ ഭൗതികത നേടിയെടുക്കാൻ വേണ്ടി മതം വരെ അതിനു വേണ്ടിയാണ് പലർക്കും ആവശ്യമുള്ളത്. മലയാളത്തിലെ കവി ഈ ലോക ജീവിതത്തിൽ വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉദ്ധരിക്കുന്നുണ്ട്. ദൈവത്തെ ആവശ്യമുണ്ട് എന്നാണ് ആ കവിതയുടെ പേര് തന്നെ. എന്തിനാണ് ദൈവത്തെ ആളുകൾക്ക് വേണ്ടത്? കച്ചവടത്തിൽ വെച്ചടി കയറ്റമുണ്ടാവാൻ, അപ്രതീക്ഷിത ധനം വന്നു ചേരാൻ, പരീക്ഷ പാസ്സാവാൻ, വിവാഹം നടക്കാൻ, സ്ഥലം വിറ്റുപോവാൻ, സർക്കാർ ജോലി നേടിയെടുക്കാൻ, പ്രമോഷൻ ലഭിക്കാൻ, വിദേശത്ത് വലിയ ശമ്പളമുള്ള ജോലി കിട്ടാൻ, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, ശത്രുക്കളെ നിഗ്രഹിക്കാൻ, ഏത് കാര്യത്തിലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ആവശ്യമുണ്ട്. ഇതാണ് അദ്ദേഹം ഒറ്റ വാക്കിൽ സൂചിപ്പിക്കുന്നത്. ഈ സംഗതികളൊക്കെ ഏതാണ്ട് ഒത്തു കിട്ടിയാൽ പിന്നെ വലിയ ദൈവവിശ്വത്തിൻ്റെ ഒന്നും ആവശ്യം ആളുകൾക്കില്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യം പണം വേണം, ആരോഗ്യം വേണം, മക്കൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു വലിയ പ്രസക്തിയോ വലിയ പ്രാർത്ഥനയോ ആളുകൾക്കില്ലാത്ത ഓട്ടമാണ്. ആ ഓട്ടത്തിനിടയിൽ ഇത് നേടിയെടുക്കാനുള്ള ഒരു ത്വരയാണ് മതം എന്നതാണ് ആ കവി സൂചിപ്പിക്കുന്നതിൻ്റെ ചുരുക്കം. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഫിർഔന്റെ ഭാര്യ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ബിനിലി ഇന്ദക ബൈതം ഫിൽ ജന്ന. പടച്ചവരെ, നിന്റെ അടുത്തൊരു ഭവനം വേണം എനിക്ക്. എന്തിന്? ഫിർഔന്റെ ഭാര്യ താമസിക്കാൻ വീടില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ താമസിക്കുന്ന വീട് ചെറുതായത് കൊണ്ടാണോ? ചോർന്നൊലിക്കുന്ന കൂരയിൽ അന്തി ഉറങ്ങുമ്പോൾ പടച്ചവനെ നിന്റെ അടുത്തൊരു വലിയ മണിമാളിക വേണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ വീട് ചെറുതായത് കൊണ്ടല്ല. ഒരു മതവിശ്വാസിക്ക് നൽകുന്ന പരലോകത്തിൻ്റെ ആശ്വാസമാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാത്രി മുഴുവൻ കിടന്നുറങ്ങി ഉറക്ക് തീർന്നതിന് ശേഷം എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയും തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് അല്പം ഉറക്ക് മാറ്റിവെച്ച വ്യക്തിയും
രാവിലെ ഉന്മേഷം ഉണ്ടാവുക ആർക്കാര്യങ്ങൾ ആ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഉറക്കം ഒഴിവാക്കിയവനായി. മറ്റോ നേരം വെളുക്കുന്നവരെ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അവനേക്കാൾ ഉന്മേഷവാൻ ആ സമയം ഒഴിവാക്കിയവനാണ്. കാരണം എന്തുകൊണ്ടാ? ആ സമയം ഒഴിവാക്കിയത് അവൻ്റെ മനസ്സിൻ്റെ ഒരു താല്പര്യമാണ്. അപ്പം മതത്തെ മനുഷ്യൻ കാണേണ്ടത് ഈ ലോകത്ത് ജീവിക്കാൻ എത്ര കാശ് വേണം ഒരാൾക്ക്, എത്ര കാശുണ്ടെങ്കിൽ ഒരുത്തന് സമാധാനമാകും. 10 കിട്ടുകിൽ 100 മതിയെന്നും എന്ന് കവിത നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ കാണാൻ പഠിച്ചതാണല്ലോ. ആ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ തീരില്ല. റസൂലുള്ള പറഞ്ഞു, അവൻ്റെ വായ മണ്ണ് നിറഞ്ഞെങ്കിലല്ലാതെ ആഗ്രഹങ്ങൾ കെട്ടടങ്ങുകയില്ല എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കാരം കഴിഞ്ഞാൽ യഖൂലു ഇദാ സ്വല്ല അസ്സുബ്ഹ, സുബഹി നമസ്കാരം കഴിഞ്ഞ് റസൂൽ ഒരു ദിനം ആരംഭിക്കുകയാണല്ലോ. ഒരു പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ, പുതിയ ഒരു ദിവസത്തിൻ്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ റസൂൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഒന്ന്, ഹീന യുസല്ലിമു, സലാം വീട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും. സുബഹി നമസ്കാരത്തിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ റസൂൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ. 3 കാര്യങ്ങളാണ് റസൂൽ ആവശ്യപ്പെട്ടത്. ഈ ലോകത്തൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അടിസ്ഥാനപരമായി അവന് വേണ്ടതാണ് ഈ 3 കാര്യങ്ങളും. ഒന്നാമത്തെ ചോദ്യം, പടച്ചവനെ പ്രയോജനപ്പെടുന്ന അറിവ് നീ എനിക്ക് നൽകണം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തൻ്റെ വിശ്വാസത്തെ സംരക്ഷിച്ച് നിർത്താൻ ഉതകുന്ന ഒരു ജീവിതം, പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ വീഥി, തെറ്റിപ്പോവാൻ ഒരുപാട് സാധ്യതകളെ ലോകത്ത് കൃത്യമായി ബോധത്തോടെ ജീവിക്കാനുള്ള അറിവ്, അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ, ഉപകാരപ്രദമായ അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിയൻ, നിങ്ങൾ എപ്പോഴും അള്ളാഹിനോട് ആ ഉപകാരം ഉണ്ടാകുന്ന ഇൽമിനെ കുറിച്ച് ചോദിക്കണം കേട്ടോ. വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ തേടുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അറിവ് നേടിയെടുത്തൊരു മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? ഒരുപാട് മൂല്യച്യുതികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അധാർമികതയുടെ ചുഴിയിലാണ് മനുഷ്യന്മാരൊക്കെ പെട്ടുപോകുന്നത്. അത് ധാർമ്മികതയാണോ അധാർമികതയാണോ ഹക്കാണോ ബാത്തിലാണോ തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ ഹക്കിൻ്റെ വഴിയെ ഉറച്ചു നിൽക്കാനുള്ള അറിവ് നൽകണേ എന്നാണ് സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. രണ്ടാമത് പറഞ്ഞു വരിസ്ഖൻ ത്വയ്യിബ, പടച്ചവനെ ത്വയ്യിബായ വിഭവങ്ങൾ നൽകണം. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവണമെന്നല്ല, ഉള്ള വിഭവങ്ങൾ താൻ ആർജിച്ചെടുത്ത് തൻ്റെ കുട്ടികൾക്ക് ആഹാരമായി കൊടുക്കുന്ന വിഭവങ്ങൾ ത്വയ്യിബായിരിക്കണം. ഖുർആൻ ഉപയോഗിച്ച വാക്ക് ഹലാലൻ ത്വയ്യിബൻ എന്ന, അനുവദനീയമാവണം, അത് ആകർഷണീയവുമാവണം. റസൂലുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥന വരിസ്ഖൻ ത്വയ്യിബൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് മണ്ണിനും വെള്ളത്തിനും അതിർത്തിക്കൊക്കെ വേണ്ടി എത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട്, എത്ര ആളുകൾ ചോര ചിന്തിയിട്ടുണ്ട്, എത്ര മനുഷ്യൻ്റെ തലയെറുക്കപ്പെട്ടിട്ടുണ്ട് അവിടെ. എന്നിട്ട് അവരൊക്കെ ഇവിടെ സ്വസ്ഥമായി ഇപ്പോഴും വാഴുന്നുണ്ടോ? ഇല്ലല്ലോ. അവധി കഴിഞ്ഞാൽ തിരിച്ചു പോയവരാ. ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടും സമ്പാദിക്കാൻ വേണ്ടിയിട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടും വഴിവിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പ്രഭാതത്തിൽ റബ്ബിനോട് ചോദിക്കുക, റബ്ബേ എനിക്ക് ത്വയ്യിബായ റിസ്ക് നൽകി എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമേകണം എന്നർത്ഥത്തിൽ. എന്നിട്ട് എന്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോവാനുള്ള ഒരു ഘടകം അള്ളാഹു അമ്പിയാക്കളെ വിളിച്ചുകൊണ്ടും വിശ്വാസികളെ വിളിച്ചുകൊണ്ടും പറഞ്ഞ 2 വാക്കുണ്ട് ഖുർആനിൽ. യാ അയ്യുഹർ റുസുലു ഖുലൂ മിൻ ത്വയ്യിബാത്ത്, ദൂതന്മാരെ
അല്ല നബിയായി തെരഞ്ഞെടുത്ത ദൂതന്മാരെ വിളിച്ചുകൊണ്ട് അല്ല പറയാം, നിങ്ങൾ നല്ലതേ ആഹാരം കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ നല്ലത് ആഹാരം കഴിക്കുന്നവർക്ക് നല്ല ചിന്തയും നല്ല വാക്കും നല്ല പ്രവർത്തനവും കാഴ്ചവെക്കാൻ കഴിയുള്ളൂ. ഹറാമും അല്ല നിഷിദ്ധമാക്കിയതും കുറുക്ക് വഴികളുടെയൊക്കെ കാര്യം നേടിയിട്ട് ജീവിച്ചാൽ അവരുടെ ജീവിതം അബദ്ധ ധാരണകളിലും ആ രൂപത്തിൽ അത്യാചാരങ്ങളിലും ഒക്കെ പെട്ടുപോകും. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്ത്, വിശ്വാസികളെ നിങ്ങൾ ആഹാരം കഴിക്കുന്നത് നല്ലതായിരിക്കണമെന്ന്. അപ്പൊ നമ്മളെ സിരകളിലൂടെ ഓടുന്ന രക്തം ഹറാമിലൂടെ സമ്പാദിച്ച ആഹാരങ്ങളിൽ നിന്നാവരുത്, ത്വയ്യിബായ ആഹാരത്തിൽ നിന്നാവണം. ഓരോ ദിവസവും മനുഷ്യൻ സമയം നെട്ടോട്ടം ഓടുന്നത് തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. അവർ പ്രഭാതത്തിൽ അള്ളാഹിനോട് ചോദിക്കണം, റബ്ബേ റിസ്ഖൻ ത്വയ്യിബൻ, നല്ല ആഹാരം നൽകി അനുഗ്രഹിക്കണേ എന്ന്. മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന വാക്ക് വ അമലൻ മുതഖബ്ബല എന്നാണ്. ചെയ്യുന്ന അമല് അള്ള കബൂലാക്കണം. നമ്മൾ ഈ ഓട്ടത്തിനിടയിൽ നിസ്കരിക്കുന്നുണ്ട്, ഓട്ടത്തിനിടയിൽ കിട്ടിയതിൽ നമ്മൾ വ്യയം ചെയ്ത് ധർമ്മം കൊടുക്കുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അത് മീസാനിൽ കനം തൂങ്ങുന്ന അള്ള സ്വീകരിക്കാത്ത പാഴായിപ്പോയ അമലാണെങ്കിലോ, അത് പതിരായി മാറിയാലോ, ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് റബ്ബേ എൻ്റെ അമലുകൾ നീ സ്വീകരിക്കുന്ന അമലാക്കി തീർക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂറത്ത് കഹ്ഫിൽ നമ്മൾ ഓതുന്ന സൂറയിൽ അല്ല പറയുന്നുണ്ടല്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ഏറ്റവും അമലുകൾ പാപ്പറായി പോയവൻ ആരാണ് എന്ന് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് പറയുന്നത്, അല്ലദീന ലല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്ന, അവർ ചെയ്യുമ്പോൾ അവർ ഇതൊക്കെ പരലോകത്ത് ഉപകരിക്കും, ഇതൊക്കെ എൻ്റെ മീസാനിൽ കനം തൂങ്ങും, ഞാൻ സ്വർഗപ്രവേശത്തിന് എൻ്റെ സ്വർഗപ്രവേശനത്തിന് ഈ അമലുകൾ ഉതകും എന്നൊക്കെ ചിന്തിച്ച് ചെയ്ത് പണം ചെലവഴിച്ച് ശാരീരികമായി അധ്വാനിച്ചൊക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ പാപ്പറായി പോയിട്ടുണ്ടെങ്കിലോ, അതല്ല സ്വീകരിക്കാതെ പോയാലോ, അത്തരം ആളുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണം എന്ന് നമുക്ക് നിർബന്ധമായി വാശിയുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അല്ല പറഞ്ഞു എങ്ങനത്തെ അമല അല്ല സ്വീകരിക്കുക, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ല കൽപ്പിച്ചിട്ടുള്ളത് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെ കാതൽ എന്താവണം, ഇഖ്ലാസ് ആയിരിക്കണം. ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും റിയാവ് വരാം, പ്രകടനപരത കടന്നു വരാം, ശിർക്കിന്റെ ലാഞ്ചനകൾ ഉണ്ടാവാം. അതിനൊക്കെ മുക്തമായി ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലാഹ് സ്വീകരിക്കും. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ല ബിത്തിആ വജ്ഹി റബ്ബിൽ അഅല, ഒരാളിൽ നിന്നും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ആരെങ്കിലും നന്ദി വാക്ക് പറയുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമല്ല, പടച്ച റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പടച്ച റബ്ബിൻ്റെ അടുത്ത് സ്വീകാര്യമായി തീരുന്നത്. രണ്ടാമത്തെ കാര്യം മുവാഫഖത്തു അമലി ഫി ശർഇ, നമ്മൾ എത്ര ഇഖ്ലാസിൻ്റെതായി ചെയ്തിട്ടും കാര്യമില്ല, അത് മതം അംഗീകരിച്ചതും അനുവദിച്ചതുമായ പ്രവൃത്തി ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ കുറച്ചു കാലം സുബൈ നമസ്കരിച്ചില്ല എന്ന് വെക്കുക, പിന്നെയാണ് നമ്മൾ നിസ്കാരം തുടങ്ങിയത് എന്ന് കരുതിയിട്ട് സുബൈ നിസ്കാരം പിന്നെ 4 റക്അത്താക്കാൻ പറ്റൂലല്ലോ. നിസ്കരിക്കാത്ത കാലത്ത് നിസ്കാരം ചെയ്തു വീട്ടാൻ വേണ്ടി നിസ്കരിക്കുന്ന കാലത്ത് 4 or 6 റക്അത്ത് അധികരിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. എന്താണോ ശറയിൽ അനുവദിച്ചത്, എന്താണോ മതം നമ്മളെ പഠിപ്പിച്ചത്, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ആ പ്രവർത്തനം സ്വീകാര്യമായി തീരൂ. ഇഖ്ലാസ് ഉണ്ട്, പടച്ചോൻ്റെ അടുത്ത് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് മതത്തിൽ പുതുമ ഉണ്ടാക്കാനോ ഉള്ളതിനെ വെട്ടിത്തിരുത്താനോ നമുക്ക് അവകാശമില്ല. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴേ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ധന്യമാകൂ. ഒന്നുകൂടി ആ പ്രാർത്ഥന നിങ്ങൾ കൂടെ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി
അസ്അലുക ഇൽമൻ നാഫിയൻ, പടച്ചവനെ പ്രയോജനപ്രദമായ ഇൽമ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വരിസ്ഖൻ ത്വയ്യിബൻ, നല്ല ആഹാരം പ്രദാനം ചെയ്യണേ എന്ന് ആവശ്യപ്പെടുന്നു. വ അമലൻ മുതഖബ്ബലൻ, സ്വീകാര്യോഗ്യമായ പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ തൗഫീക്ക് നൽകണേ എന്ന്. എന്നിട്ട് അള്ളാഹു സൂചിപ്പിച്ചു, ഈ ലക്ഷ്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ മൻകാന യുരീദു ഹർസൽ ആഖിറ, പരലോകത്തെ കൃഷിയിൽ നല്ല ലാഭമുദ്ദേശിച്ചുകൊണ്ട് അവിടേക്ക് വേണ്ടി കൃഷി ചെയ്താൽ നസിദു ലഹു ഫി ഹർസിഹി, അവൻ്റെ കൃഷിയിൽ നാം വർധനവ് കൊടുക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹ് വർധനവ് തരും. വമൻ കാന യുരീദു ഹർസ ദുന്യ, ദുന്യാവിൻ്റെ കൃഷി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇവിടെ പണം വേണം, പ്രതാപം വേണം, പ്രൗഢി വേണം, പത്രാസ് വേണം, അതിനു വേണ്ടിയുള്ള ജീവിതമാണ് എങ്കിൽ നുഅ്തിഹി മിൻഹ, അതിൽ നിന്ന് അള്ളാഹ് കണക്കാക്കി അവന് കൊടുക്കും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറത്തി, പരലോകത്ത് അവനൊരു ഓഹരി ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ട അജണ്ട ഇതല്ല നമ്മുടെ ജീവിതമെന്നും പരലോക ജീവിതത്തിലേക്കുള്ള ഇടത്താവളമായി ഇതിനെ കാണുകയും അവിടെ വിജയിക്കാനും അവിടെ സുഖലോലുപന്മാരുടെ കൂട്ടത്തിൽ നല്ല ജീവിതം കിട്ടുവാനും ഇഹലോകത്ത് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടേ ജീവിക്കാവൂ എന്ന് പഠിപ്പിച്ചതാണ്. പരിമിതമായ സൗകര്യങ്ങളുടെ സംതൃപ്തമായ ജീവിതം സാധ്യമാണ് എന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. അത്തരത്തിൽ ജീവിതത്തിൽ സംതൃപ്തിയോടുകൂടി ഇബാദത്ത് ചെയ്ത് സന്തോഷകരമായൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.